കുട്ടിയുടെ കട്ടിലിനടിയിൽ 3 ദിവസമായിട്ട് അവന്റെ കാമുകൻ ഒളിച്ചിരിക്കുകയാണ് ആ കുട്ടിയുടെ. പക്ഷേ ഇതിന് ഇടയിൽ ഈ വീട്ടിൽ നിന്നും നമ്മുടെ തൊടികപ്പുലം റെയിൽവേ ട്രാക്കിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 300 മീറ്റർ മാറിയുള്ള ഒരു ഭാഗത്തൊരു വീട്ടിൽ രാത്രി ഈ പ്രതി എത്തുന്നുണ്ട്. എത്തിയ ശേഷം പ്രതി വെള്ളം ചോദിക്കുന്നുണ്ട്. ഞാൻ വണ്ടൂരിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. എല്ലാവർക്കും നമസ്കാരം. മലപ്പുറം കരുവാരക്കുണ്ടിൽ പെൺകുട്ടിയെ 14 വയസ്സുള്ള പെൺകുട്ടിയെ 16 വയസ്സുകാരൻ തീർത്ത വിഷയം, അത് സംബന്ധമായിട്ട് കുറച്ചധികം ഡൗട്ടുകൾ എനിക്ക് ഈ വീഡിയോസും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഡൗട്ടുകളാണ്. ഈ 14 വയസ്സുള്ള പെൺകുട്ടി ഇവന്റെ കൂടെ ഈ കുറ്റിക്കാട്ടിൽ എന്തിനു പോയി എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് എന്ത് കാര്യം പറഞ്ഞിട്ടാണ് ഇവൻ ഈ കുട്ടിയെ സ്കൂളിൽ നിന്നും അങ്ങോട്ട് കൊണ്ടുപോയത്? അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിക്കും ഇവനെ പേടിയാണെന്നും ഇവൻ ടോക്സിക് ആണെന്നും ഇവൻ ലഹരി ഉപയോഗിക്കുന്നവനാണെന്നും എല്ലാം ആ കുട്ടി തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഇവനെ പേടിയായതുകൊണ്ടാണ് ഇവനെ ഒഴിവാക്കിയതെന്നാണ് പറയുന്നത്, അല്ലെ? അങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു വെക്കുന്നത്. തലേ ദിവസം നടന്നിട്ടുള്ള വിഷയങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരു ഭ്രാന്തനാണെന്ന് ആ വീട്ടുകാർക്കും ആ പെൺകുട്ടിക്ക് അടക്കം തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി നൈസായിട്ട് അവനെ ഒഴിവാക്കി എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ്. എന്നാൽ അവൻ കരുതിയത് എന്താണ്? ആ പെൺകുട്ടിക്ക് മറ്റൊരു റിലേഷൻ ആയതുകൊണ്ടാണ് അവനെ ഒഴിവാക്കിയതെന്നാണ് അവൻ വിശ്വസിച്ച് വച്ചിരിക്കുന്നതെന്നുള്ള ഒരു സംസാരവും കൂടിയാണ് പുറത്തു വരുന്നത്. അവൻ പോലീസിൽ അങ്ങനെയാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ അവിടെ ചിന്തിച്ചൊരു കേസ്, ഓക്കെ, ആ പെൺകുട്ടിക്ക് അവനെ വേണ്ട, അവന് പേടിയാണ്. അങ്ങനെ പേടിയുള്ള ഒരുത്തന്റെ കൂടെ ആ പെൺകുട്ടി ഇത്രയും ദൂരം സഞ്ചരിച്ച് ഒരു കുറ്റിക്കാട്ടിലോട്ട് പോകുമോ? എന്തായാലും വലിച്ചഴിച്ചോണ്ടൊന്നും അല്ല പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് പറഞ്ഞാണ് ആ കുട്ടിയെ കൺവിൻസ് ചെയ്ത് അവൻ അവിടെ കൊണ്ടുപോയത്? ഇനി ആ കുട്ടി ഇവൻ പറയുന്നത് കൺവിൻസ് ആയില്ലെങ്കിൽ പകരം മറ്റാരെങ്കിലും കൂടെ നിന്നുകൊണ്ട് പറഞ്ഞ് കൺവിൻസ് ആക്കി കൂടെ കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇതവിടെ ഒരു ചോദ്യചിഹ്നമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ആ പെൺകുട്ടിക്ക് അവനെ പേടിയാണ്. ആ സ്ഥിതിക്ക് ആ പെൺകുട്ടി അവന്റെ കൂടെ പോകുന്നത് ഡൗട്ടാണ്, ഭയങ്കര ഡൗട്ടാണ്. 95% പോകുന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റാരെങ്കിലും കൂടെ മോളെ നീ വാ എന്ന് പറഞ്ഞും കൊണ്ട് കൺവിൻസ് ചെയ്ത് ആ പെൺകുട്ടി അടുത്തറിയാവുന്ന ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യചിഹ്നം ബാക്കിയാവുകയാണ്. അത് ചിലപ്പോൾ സുഹൃത്തുക്കളാവാം, സാറന്മാരാവാം, ബന്ധുക്കളാവാം, നാട്ടുകാരാകാം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ പയ്യനോടൊപ്പം നിന്ന് ആ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടോ കൺവിൻസ് ചെയ്ത്? അതൊരു ചോദ്യചിഹ്നമാണ്. ചിലപ്പോൾ ചിലർക്ക് തോന്നി എന്ത് ബ്ലണ്ടറാ നീ വിളിച്ച് പറയുന്നതിന്. പക്ഷെ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കണം. കാരണം എനിക്ക് എവിടെയോ ഒരു പോയിന്റിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് ഉള്ളിൽ കയറിക്കൂടി. എന്ത് പറഞ്ഞിട്ടായിരിക്കും ഇവൻ ഈ പെൺകുട്ടിയെ കൺവിൻസ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയത്? അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിക്കൂടെ? വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരുണ്ടായിരുന്നു, വാ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതായിക്കൂടെ? പിന്നെ അതുപോലെ തന്നെ വേറൊരു കേസും, ഈ പെൺകുട്ടിയെ ഇവൻ യൂസ് ചെയ്തതിനു ശേഷം കൈ രണ്ടും കെട്ടിയിരുന്നു. എന്തായാലും കൈ രണ്ടും കെട്ടാൻ ആ പെൺകുട്ടി ഒരിക്കലും വച്ചു കൊടുക്കത്തില്ല. ഒന്നുകിൽ തീർത്തതിന് ശേഷം അവൻ കെട്ടിക്കാണും, അല്ലെങ്കിൽ ബലമായിട്ട് കെട്ടിക്കാണും. അങ്ങനെ ആ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് ബലമായിട്ട് കൈ കെട്ടി വച്ച് ആക്രമിക്കാനുള്ള ശക്തി ഇവനുണ്ടോ? അത്രയ്ക്ക് ശക്തി ഒരു 16 വയസ്സുകാരനുണ്ടെങ്കിൽ അത് കുറച്ച് ഇത് തന്നെയാണ്, ചിന്തിക്കുന്നത് മാത്രമല്ല, വളർന്നു വരുന്ന സമയത്ത് കുറച്ചുകൂടി പ്രായം കഴിയുമ്പോൾ ഒരു കൊടും ക്രിമിനലായി തന്നെ ഇവൻ മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി വേറൊരു കേസ് പറയുകയാണെങ്കിൽ, ഓഫ് കോഴ്സ് ആരെങ്കിലും കൂടെ ഈ പെൺകുട്ടിയെ പിടിച്ചു വച്ചു കൊടുത്ത് കൈ കെട്ടിയതായിക്കൂടെ? നമുക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? അങ്ങനത്തെ ഒരു പോയിന്റും ഇതിന്റെ ഇടയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ ഈ ന്യൂസുകൾ ഓരോന്നിട്ട് ഓരോ അരിവേന്നിരുന്ന് കാണുന്ന സമയത്ത് എനിക്ക് ഫുള്ള് ഡൗട്ടാണ്. ഇനി വേറൊരു ഡൗട്ടും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ തീർക്കാനെങ്കിൽ ആ കൂട്ടത്തുണ്ടായിരുന്നവര് ഒരു പക്ഷേ കുറച്ച് മുതിർന്ന ആൾക്കാരാണെങ്കിൽ ഇവന്റെ അടുത്ത് പറഞ്ഞാണ്, എടാ നീ 18 വയസ്സ് തികയാത്തവനാ, 16 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ നീ ഈ കുറ്റം എല്ലാം കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് കുറച്ച് ശിക്ഷ മാത്രമേ കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് നിന്നെ പോലീസുകാരൊന്നും പിടിച്ചുകൊണ്ട് ഉപദ്രവിക്കത്തില്ല, നീ അണ്ടർ ഏജിൽ ഉള്ളതാണ്. അതുകൊണ്ട് നിനക്ക് ആ ഒരു കൺസേണും കിട്ടും. ജയിലിൽ പോയി കഴിഞ്ഞാൽ, ജുനൈലിൽ പോയി കഴിഞ്ഞാലും നിനക്ക് അവിടെയും കൺസേൺസ് കിട്ടും. നീ കുട്ടിയല്ലേ എന്നുള്ളൊരു കൺസെന്റ് നിനക്ക് കിട്ടും. അതുപോലെ തന്നെ പോലീസുകാർ ഉപദ്രവിക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ശിക്ഷയിലും നല്ല ഇളവ് കിട്ടും. കുറച്ചു കാലം കഴിയുമ്പോൾ ദുർഗുണ പരിഹാര പാഠശാലയിലിട്ട് പഠിപ്പിച്ച് നിന്നെ പുറത്തിറക്കി വിടും. നിനക്ക് അവിടെ പഠിക്കാനുള്ള സൗകര്യം വരെ അവിടെ ഉണ്ടാക്കി തരും. ഇനി ശമ്പളം ഉണ്ടെങ്കിൽ അതും കൂടി തരും. കാരണം പുതിയ നിയമം വന്നല്ലോ, പുതിയ നിയമം കിടിലാണല്ലോ. സ്കിൽഡ് വർക്കർ ആണെങ്കിൽ 600 അല്ലെങ്കിൽ 500 ആ സെറ്റപ്പിലോട്ട്
പ്രതികളൊക്കെ ശമ്പളങ്ങളൊക്കെ കൊടുത്ത് ജയിലിൽ എല്ലാവരെയും ആനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ആ സെറ്റപ്പിലാണല്ലോ. അതുകൊണ്ട് അവനും ചിലപ്പോൾ ആലോചിച്ചാണ്, പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പൊ 2 വർഷം ജയിലിൽ കിടന്ന് ഒരു പരിചയമൊക്കെ ആയതിനു ശേഷം 18-ാം വയസ്സിലാകുമ്പോൾ വീണ്ടും ഇപ്പുറത്ത് ജയിലിൽ വന്ന് ശമ്പളമൊക്കെ കിട്ടി സെറ്റ് ആവാമെന്ന് അവനും വിചാരിച്ചാണ്. പറയാൻ പറ്റൂലടേ, ഏതൊക്കെ രീതിയിൽ പിള്ളേർ ചിന്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാം സിനിമയുടെ നെഞ്ചത്ത് മാത്രം കൊണ്ട് കുറ്റം വയ്ക്കുന്നത് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നി. ഇനി ആരെങ്കിലും ഇവനെ കൺവിൻസ് ചെയ്തിട്ട് എടാ നീ മാത്രം എല്ലാം കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ നിനക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടി, നിനക്ക് പുറത്ത് സുഖമായിട്ട് ഇറങ്ങാം, പിന്നെ ഇത് ആരും അറിയത്തില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അറിയാൻ പാടില്ല. എല്ലാം ഒരു ഡൗട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവൻ ടോക്സിക് ആണെന്നുള്ളൊരു കാര്യം പുറത്ത് വരുന്നുണ്ട്. അവൾക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ അവളെ തീർത്തതെന്ന് ഇവൻ പറയുന്ന സമയത്തും ഞാനിങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്, എവിടെയോ ഒരു വശപ്പശക്ക് എനിക്ക് അടിക്കുക. കാരണം ഇവൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ മാത്രമുള്ള ശക്തി ഇവനുണ്ടോ? അങ്ങനത്തെ ഒരു ഡൗട്ടാണ് എനിക്ക് നല്ലോണം അടിക്കുന്നത്. ഇവൻ ഓടി ഒരു വീട്ടിൽ പോയല്ലോ, ഈ കൃത്യം നടത്തിയതിനു ശേഷം ഒരു വീട്ടിൽ പോയി വെള്ളമൊക്കെ കുടിച്ച് അവിടുത്തെ ഫോൺ വാങ്ങിച്ചു വീട്ടിലോട്ടൊക്കെ വിളിച്ച് ആ ഒരു സംഭവം അറിയല്ലോ. ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. പക്ഷേ ഇതിന് ഇടയിൽ ഈ വീട്ടിൽ നിന്നും നമ്മുടെ തൊടികപ്പുലം റെയിൽവേ ട്രാക്കിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 300 മീറ്റർ മാറിയുള്ള ഒരു ഭാഗത്തൊരു വീട്ടിൽ രാത്രി ഈ പ്രതി എത്തുന്നുണ്ട്. എത്തിയ ശേഷം പ്രതി വെള്ളം ചോദിക്കുന്നുണ്ട്. ഞാൻ വണ്ടൂരിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഇന്നലെ തിരച്ചിലിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാവരെയും ഇന്നലെ ഒരു സംശയത്തിൻ്റെ നിഴലാക്കി പോലീസിനുടൻ വിവരം നൽകുകയും ചെയ്തു. അവിടെ വന്നീനോ, അവിടെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് പോലീസിനെ പേടിച്ച് ഓടിയതാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ വീട്ടിൽ ചെന്ന് കണ്ട് വെള്ളം വേണം പറഞ്ഞു. പിന്നെ വെള്ളം കൊടുത്തു. ഇങ്ങനെ എൻ്റെ കയ്യിൽ ഫോണില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേൻ്റെ നമ്പർ കൊടുത്ത് കണ്ട് ഈ നമ്പർക്ക് വിളിച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് അവർ വന്നു കണ്ടാണ് കൂട്ടിക്കൊണ്ടായതെന്ന് പറഞ്ഞത്. ഈ പ്രതിയെ കണ്ടപ്പോൾ തന്നെ ഒരു സംശയവും പരുങ്ങലൊക്കെ കണ്ടപ്പോൾ തോന്നിയിരുന്നു നാട്ടുകാർക്കൊക്കെ? ഇല്ലല്ല, ചെറിയ കുട്ടിയായതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടുണ്ടായില്ല. പേടിച്ച് കണ്ട് വന്നതാണെന്ന് കരുതിയത്. അപ്പോൾ അങ്ങനെ വെള്ളം കൊടുത്ത് കണ്ട് കൈമ ചോരായിട്ട് ചെറുതായിട്ട് ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വീണ് കണ്ട് ആയതാണെന്നാണ് പറഞ്ഞത്. കാട്ടുപന്നിയൊക്കെ ഉള്ള ഭാഗമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഓക്കെ, കൃത്യം നടത്തിയതിനു ശേഷം ഇവൻ അത്യാവശ്യം പാനിക് ആയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ ഇവനിത് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്, അല്ലാതെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തതല്ല. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ആയിരുന്നു ഈ പെൺകുട്ടിയുടെ അടുത്ത് ഇവന് സംസാരിച്ചാൽ മതി, ആ പെൺകുട്ടിയുടെ സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ട് വീണ്ടും റിലേഷൻ പുതുക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് സംസാരിക്കണം എന്നുള്ള ഒരൊറ്റ ഇന്റൻഷൻ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവൻ ആ സ്കൂളിൽ വെച്ച് സംസാരിച്ചാൽ മതി. പകരം ഇവൻ ഈ കുറ്റിക്കാട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റൻഷൻ വേറെ ഒന്നുമല്ല, ആ പെൺകുട്ടിയെ തീർക്കുക. അതിന്റെ അപ്പുറം വേറെ ഇന്റൻഷൻ ഒന്നുമില്ല. ആ പെൺകുട്ടിയെ തീർക്കുക, അവിടെ ആരും അറിയാണ്ട് കൊണ്ട് തീർത്ത് കളയുക എന്നുള്ള ഒരൊറ്റ ഇന്റൻഷൻ, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് 2 പൊട്ടിക്കുക, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇന്റൻഷനോട് കൂടി തന്നെ ആയിരിക്കും ആ പെൺകുട്ടിയെ നശിപ്പിക്കുക. ഇതൊക്കെ തന്നെയാണ് അത്. പ്രത്യേകിച്ച് ആ പെൺകുട്ടി ഇവൻ യൂസ് ചെയ്തതിനു ശേഷം ആ പെൺകുട്ടി വീട്ടിൽ പറയുമെന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഇവൻ തീർത്തതെന്നും പറയുന്നുണ്ട്. എനിക്ക് അതിലങ്ങോട്ട് പൂർണ്ണമായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഒന്നാമതേ അവൻ കള്ളനാണ്, ഒരു അപരാധിയാണവൻ. അങ്ങനെ ഉള്ളവൻ പറയുന്നത് അതുപോലെ എടുത്ത് വിഴുങ്ങി വിശ്വസിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അവൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനി ഇവൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവൻ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്തോ, ഇനി അവന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ, അത് സുഹൃത്തുക്കളാണോ, മറ്റാരെങ്കിലും ഇവന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുന്നു. അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ഒരു പയ്യനാണെന്നും കൂടിയുള്ള ന്യൂസ് പുറത്തു വരുന്നുണ്ട്. ആ സ്ഥിതിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് ഇവന്റെ കയ്യിൽ എങ്ങനെയാണ് ലഹരി എത്തുന്നുണ്ടെങ്കിൽ ആരൊക്കെയായിട്ടാണ് ഇവന് കോണ്ടാക്ട്സ് ഉള്ളത്, ഈ കോണ്ടാക്ട്സ് ഉള്ള എല്ലാത്തിനും തൂക്കി എല്ലാത്തിനും ചോദ്യം ചെയ്യണം. കാരണം ചിലപ്പോൾ ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ടീംസുകൾ പരസ്പരം ഒന്ന് കൂടാലോചന നടത്തിയിട്ട് ഒരുമിച്ചങ്ങ് തീർക്കും. നിന്നെ അവള് ചെല്ലടാ, അവൾക്ക് വേറെ അല്ലടാ എന്നൊക്കെ പറഞ്ഞ് കൂടെ ഉള്ളവന്മാർ മൂപ്പിച്ചിട്ട് നമുക്ക് വേടാ തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി തീർക്കും. അങ്ങനെയും ചെയ്യും. അതുകൊണ്ട് അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ കൈ ഇവൻ ഒറ്റയ്ക്ക് കെട്ടിയെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ തീർത്തതിന് ശേഷമാണെങ്കിൽ ഓക്കെ, അല്ലാതെ ബലമായിട്ട് ഒറ്റയ്ക്ക് പിടിച്ചു വെച്ച് കെട്ടി എന്തോ അതിൽ എനിക്ക് കുറെ ഡൗട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഇവൻ ബലമായിട്ട് ഉപദ്രവിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി തിരിച്ച് അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ നഖം കൊണ്ടോ മറ്റെന്തെങ്കിലും രീതിയിൽ ഇവന്റെ ശരീരത്തിലും മുഖത്തും ദേഹത്തും ഒക്കെ പാട് വരാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ അങ്ങനെ പാട് വന്നതായിട്ടോ അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും പുറത്തു വരുന്നില്ല. അങ്ങനെ പാട് വന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഇവനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇനി പാട് വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ആ പെൺകുട്ടിയെ മറ്റാരോ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കെട്ടിവെക്കാനും എല്ലാത്തിനും സഹായിക്കാൻ ആരോ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം വാസ്തവമാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ യോജിപ്പ് തോന്നുന്നുണ്ടോ എന്നെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നി.
അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിയെ ഇവൻ ഒറ്റയ്ക്ക് ആക്രമിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി എന്തായാലും തിരിച്ച് പ്രതികരിക്കുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിൽ പാട് വരണമല്ലോ. എന്നാലും ഇവന്റെ ശരീരത്തിൽ ഒന്നും വന്നതായിട്ട് പുറത്ത് ന്യൂസുകളിലും ഞാൻ കണ്ടില്ല. ഞാൻ അതാണ് പറഞ്ഞ ഒരു അറിവിൽ മൊത്തം ന്യൂസും ഇരുന്ന് നോക്കി. അത്യാവശ്യം മലപ്പുറത്ത് ആ ഏരിയയിൽ ഒന്ന് എനിക്ക് പറ്റുന്ന സർക്കിളിലൊക്കെ ഞാനൊന്ന് സംസാരിച്ചായിരുന്നു. അപ്പോഴെനിക്ക് അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇവന്റെ ശരീരത്തിൽ പാടുള്ളതായിട്ടോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല. ഓക്കെ, അതുകൊണ്ട് അതൊരു ഡൗട്ടായിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തോ അവിടെ ഒരു സംശയമുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടിയെ തീർക്കാൻ വേണ്ടിയിട്ട് ആക്രമിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി എന്തെങ്കിലും രീതിയിൽ തിരിച്ചാക്രമിക്കുന്ന സമയത്ത് പാടുകൾ ഇവന്റെ ദേഹത്ത് വരണം. അത് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മറ്റാരോ പിടിച്ചു വെച്ചു കൊടുത്തു എല്ലാം. അങ്ങനെയൊക്കെ ഒരു കാര്യത്തിലാണ് എൻ്റെ ഡൗട്ട് പോയി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. അത് കൃത്യമായ രീതിയിൽ പോലീസുകാർ അന്വേഷിക്കണം. ഇതെനിക്ക് ഇവൻ ഒറ്റയ്ക്ക് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വെറും ഡൗട്ടുകൾ മാത്രമാണ്. എങ്കിലും അതിലെവിടെയോ സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ തോന്നി. ഇവൻ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഈ കഴിവേറെക്ക് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഞാൻ വേറൊരു ന്യൂസ് കൊടുക്കാം. 14 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ മൃതദേഹം വീടിന് സമീപത്തെ കുടുംബ ശ്മശാനത്തിൽ 4 മണിയോടെ സംസ്കരിച്ചു. കഴുത്തുചരിച്ച് ശ്വാസം മുട്ടിയാണ് കുട്ടി കൊല്ലപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായി. കഴുത്തുചരിച്ചാണ് കൊന്നതെന്ന് നേരത്തെ തന്നെ പ്രതിയായ 16-കാരൻ പോലീസിനോട് പറഞ്ഞിരുന്നു. പ്രണയ നൈരാശ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും പ്രതി മൊഴി നൽകിയിരുന്നു. അതായത് നേരത്തെ അടുപ്പത്തിലായിരുന്ന പെൺകുട്ടി പിന്നീട് തന്നിൽ നിന്നും അകലുന്നു എന്നുള്ള തോന്നലുണ്ടായെന്നും പ്രതി പറഞ്ഞു. മാത്രവുമല്ല, പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയവും ഇയാൾ ഉന്നയിച്ചു. ഈ സംശയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ബലാത്സംഗത്തിന് ശേഷം കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. ഈ കൊലപാതകത്തിന് പ്രതിയെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പോലീസ്. ഇതിനായി പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ പോലീസ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സംശയരോഗത്തിന്റെ പിന്നാലെയുള്ള ഒരു ആക്രമണം ആണ് ഇവൻ നടത്തിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആ പെൺകുട്ടി വീട്ടിൽ പറയുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കഴുത്ത് ഞെരിച്ച് തീർത്തു എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യം ഇവൻ ചെയ്യുന്ന സമയത്ത് ഇവൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവന്റെ ദേഹത്തും എന്തെങ്കിലും ആ പെൺകുട്ടി തിരിച്ചാക്രമിച്ചതിന്റെ പാടുകൾ ഉണ്ടാവണം. അല്ലാണ്ട് ഇവൻ പറഞ്ഞ ഉടനെ തന്നെ കൈ രണ്ടും വെച്ചു കൊടുത്ത് കെട്ടിക്കോ ഏട്ടായി എന്ന് പറഞ്ഞ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സ്ഥിതിക്ക് എന്റെ ഡൗട്ടുകൾ തികച്ചും സത്യമല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എനിക്കിങ്ങനെയൊക്കെ കണ്ട സമയത്ത് എവിടെയൊക്കെയോ കുറെ വശപ്പശക്ക് ഡൗട്ടുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി ഞാൻ വേറൊരു ന്യൂസ് കൊടുക്കാം. അതിൽ കുറച്ചധികം കാര്യങ്ങൾ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇവൻ ടോക്സിക് ആണ്. ഈ 16 വയസ്സും 14 വയസ്സിലും ഒക്കെ എന്തോന്ന് ടോക്സിക്കടേ എനിക്ക് അറിഞ്ഞൂടാ. ഇത് പിള്ളേരെ ഏത് മൈൻഡിൽ ചിന്തിക്കുന്നുണ്ടെന്ന്. ടോക്സിക് പ്രണയബന്ധമായിരുന്നു മലപ്പുറം കരുവാരക്കുണ്ടിൽ കൊല്ലപ്പെട്ട 14 വയസ്സുകാരിയും 16-കാരനായ ആൺസുഹൃത്തും തമ്മിലുണ്ടായിരുന്നത്. തന്റെ കാമുകിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയം അതാണ് ഒടുവിൽ ക്രൂരബലാത്സംഗത്തിലേക്കും കൊലപാതകത്തിലേക്കുമൊക്കെ എത്തിച്ചത് എന്നുള്ളതാണ് കാര്യം. കഴിഞ്ഞ വ്യാഴാഴ്ച അനുജത്തിക്കൊപ്പം സ്കൂളിലേക്ക് പോയതായിരുന്നു ഈ 14-കാരി. എന്നാൽ സ്കൂളിൽ എത്തിയിരുന്നില്ല. വ്യാഴാഴ്ച വൈകിട്ട് തിരിച്ച് വീട്ടിലെത്താതായതോടുകൂടിയാണ് വീട്ടുകാരും നാട്ടുകാരുമൊക്കെ പെൺകുട്ടിക്കായി അന്വേഷിച്ച് ഇറങ്ങുന്നത്. ഒടുവിൽ ആൺസുഹൃത്തും സ്കൂളിലേക്ക് എത്തിയിട്ടില്ലെന്ന് മനസ്സിലായതോടുകൂടി അന്വേഷണം ആൺസുഹൃത്തിലേക്ക് നീണ്ടു. ആൺസുഹൃത്തിന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ ആദ്യമൊന്നും കുറ്റം സമ്മതിച്ചിരുന്നില്ല. പെൺകുട്ടിയെ കണ്ടില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. എന്നാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും താൻ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്നും കൊലപ്പെടുത്തിയെന്നും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് പ്രാഥമികമായി 16-കാരൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ കുറ്റിക്കാട്ടിൽ, അതായത് പുള്ളിപ്പാടത്തെ റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ മൃതദേഹം കാണിച്ചു കൊടുത്തതും ഈ 16-കാരൻ തന്നെയാണ്. അതായത് ഈ കുറ്റകൃത്യത്തിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നതിൽ ഇയാൾ ഒറ്റയ്ക്കാണോ, 16-കാരൻ ഒറ്റയ്ക്കാണോ, മറ്റാരുടെയെങ്കിലും സഹായം ഈ 16-കാരന് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. അതിനുവേണ്ടി ഈ 16-കാരൻ്റെ മൊബൈൽ ഫോൺ പോലീസ് വാങ്ങിയിട്ടുണ്ട്. 16-കാരൻ്റെ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ ചാറ്റുകളും സുഹൃത്തുക്കളുമായുള്ള ഫോൺ സംഭാഷണങ്ങളും അടക്കമാണ് പരിശോധിച്ചു വരുന്നത്. ഇത്തരം പരിശോധനകൾ, സയന്റിഫിക് പരിശോധനകൾ നടന്നാൽ മാത്രമേ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. അതിനും അപ്പുറം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെയും ഈ ആൺസുഹൃത്ത് പല
പലതവണ വീട്ടിലെത്തി ഈ പെൺകുട്ടിയെ ശല്യം ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പ്രണയബന്ധം വീട്ടുകാർക്ക് അറിയാമായിരുന്നു. ഇത് പലപ്പോഴും വിലക്കുകയും ചെയ്തിരുന്നു. ഈ പ്രണയബന്ധവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അത് കൂട്ടാക്കാതെ അവർ ഇരുവരും മുന്നോട്ട് പോയി എന്നുള്ളതാണ് കാര്യം. ഒടുവിൽ ഈ ശല്യം കാരണം പോലീസിൽ പരാതിയും നൽകിയിരുന്നുവെന്ന് ബന്ധുക്കളടക്കം പറയുന്നുണ്ട്. JJ ബോർഡിന് മുൻപിൽ ഈ 16-കാരനെ ഹാജരാക്കുകയും അതിനുശേഷം ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി വിശദമായ അന്വേഷണം നടത്തി വരികയാണ് പോലീസ്. പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ടവർ ലൊക്കേഷൻ അത് മെയിനായിട്ട് നോക്കണം. ആ ഒരു സമയത്ത് ഏതൊക്കെ ലവന്മാർ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലവളുമാർ അവിടെ ഉണ്ടായിരുന്നു ആ സിഗ്നലിൽ എന്നുള്ള കാര്യം ഒന്ന് നല്ലോണം അന്വേഷിക്കുക. പിന്നെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചിലപ്പോൾ ഫോണൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് വരും. എല്ലാം ഇവന്റെ തലയിൽ ഇരിക്കട്ടെന്ന് വിചാരിച്ചു കൂടെ ഉള്ളവർ വരും. അങ്ങനെയൊക്കെ പല രീതിയിലും കാര്യങ്ങൾ നടക്കും. ഇത് പെട്ടെന്ന് ഉണ്ടായ സംഭവമല്ല, പ്ലാൻഡാണ്. സാധനം പ്ലാൻഡാണ്. കാരണം സ്കൂളിലൊന്ന് വിളിച്ചുകൊണ്ടുവന്ന് എന്തെങ്കിലും സംസാരിക്കാണ്ടായിരുന്നു സ്കൂളിൽ വെച്ച് സംസാരിക്കാമായിരുന്നല്ലോ, അത് ചെയ്തിട്ടില്ല. പകരം ഇങ്ങ് വിളിച്ചുകൊണ്ടുവന്ന്. ഇനി പെൺകുട്ടിക്ക് ഇത് ഇപ്പോൾ വീട്ടുകാർ ഫോൺ മേടിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ പെൺകുട്ടിക്ക് വേറെ ഫോണോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഫുള്ള് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പയ്യന്റെ ഫോണിലന്ന് ഏതൊക്കെ നമ്പറിൽ കോണ്ടാക്ട്സ് പോയിട്ടുണ്ട് അതെല്ലാം ചെക്ക് ചെയ്യണം. അങ്ങനത്തെ സകലമാന കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന സമയത്ത് അതും കൂടി അറിയാൻ സാധിക്കും. പിന്നെ പെൺകുട്ടിയെ ബലമായിട്ടല്ല വിളിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. കാരണം പെൺകുട്ടി വീട്ടിൽ വിളിക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് ബലമായിട്ടല്ല, എന്തോ പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് കൊണ്ടുപോയിട്ടുള്ളത്. അതെന്താണെന്ന് അറിയത്തില്ല. അത് അവന്റെ വായിൽ നിന്ന് വരുത്തണം. ഒറ്റയടിക്ക് അവൻ ഇതെല്ലാം സമ്മതിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ആദ്യം ഇവൻ പേടിച്ചിട്ട് ഒരു വീട്ടിൽ കയറി വെള്ളം കുടിക്കുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ നടത്തുന്നുണ്ട്. അവന് ആദ്യം പേടിയുണ്ട്. എന്നാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവൻ ഭയങ്കര ധൈര്യത്തോടെ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം ന്യൂസ് പുറത്തു വരുന്നുണ്ട്. ആ സ്ഥിതിക്ക് ഇവൻ എന്തോ ഒരു ഉഡായിപ്പ് അവിടെ കാട്ടി കൂട്ടിയിട്ടുണ്ട്. ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അണ്ടർ ഏജിലുള്ള കേസാണ്, അതുകൊണ്ട് നീ പേടിക്കേണ്ട, നിനക്ക് പെട്ടെന്ന് തന്നെ പുറത്തു വരാം എന്ന് ആരോ ഇവനെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഏറ്റെടുത്തും കൊണ്ട് നിൽക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഇവനെ എല്ലാം സ്പോട്ടിൽ സമ്മതിക്കുന്നുണ്ട്, എന്തോ ഭയങ്കര ധൈര്യത്തോടൊന്ന് സംസാരിക്കുന്നുണ്ട്. ആ ധൈര്യം അവന് എവിടെ നിന്ന് കിട്ടി? എങ്ങനെ ഈ പ്രായത്തിലുള്ളവന് ഇത്രയും ധൈര്യം കിട്ടി? ഒരു കൊലപാതകം ചെയ്തിട്ട് ഇത്രയും തൻ്റെ ഇടത്തോടെ നിൽക്കാൻ പറ്റുന്നു? അത് ആ ധൈര്യം ആരോ കൊടുത്തതാണെന്ന് ഉള്ള ഒരു തോന്നൽ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ പല കേസുകളിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, പിന്നെ അതൊക്കെ വാസ്തവമായ ചരിത്രങ്ങളും ഉണ്ട്. അഫാൻ കേസുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അഫാന്റെ കേസ് നമ്മൾ ഇതുപോലെ പല രീതിയിൽ നമ്മൾ സംസാരിച്ചാണ്. അന്ന് നമ്മളെ ഒരുപാട് പേര് ചീത്ത വിളിക്കുക, എന്നാൽ ഒരുപാട് പേര് വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ കേസിലും കണ്ട സമയത്ത് കുറെ ഡൗട്ടുകൾ തോന്നി. അതിപ്പോഴും ഞാൻ തുറന്നു പറയുന്നുണ്ട്. തക്കതായ രീതിയിൽ അന്വേഷണം നടത്തുക. എനിക്ക് തോന്നുന്നില്ല ഇവൻ മാത്രമാണ് ഇതിന്റെ പിന്നിലെന്ന്. ഇനി കുറച്ച് കമന്റ്സ് ഞാനൊന്ന് വായിക്കാം. ജയിലിൽ കിടക്കുന്നവർക്ക് പൈസ കൂട്ടി കിട്ടിയത് അവൻ അറിഞ്ഞിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് വന്നു. ഇപ്പൊ ജയിലിൽ ശമ്പളമാണല്ലോ, അത് വലിയൊരു ചർച്ചയായ വിഷയമാണ്. കൃഷ്ണപ്രിയയുടെ അച്ഛൻ ചെയ്ത പോലെ അവനെ കൊന്നു കളയണം, നിയമം അവന് അനുകൂലമായി, കാരണം പ്രായം മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞു മൂളാൻ മീൻസ് പ്രായം അത് ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന് ശിക്ഷ ഇളവ് കിട്ടിയും പുറത്തു പോകും. നേരത്തെ പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഗുണപാഠമാകണം. പ്രത്യേകിച്ച് എല്ലാ പെൺമക്കളടുത്തും എനിക്ക് പറയാനുള്ളതാണ്, വല്ല അപരാധി മക്കളുടെ കൂടെയും തോന്നുന്ന പാടെ ഇറങ്ങി പോകാൻ നിൽക്കരുത്. ഇതുപോലെ വല്ലയിടത്തും വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്തു പറയാൻ ഇനിയും സംഭവിക്കൂടെ? നിങ്ങൾ നോക്കിയോ, ഈ വർഷം തന്നെ ഇനി എത്ര കേസുകൾ നമ്മൾ കാണാൻ കിടക്കുന്നു. ഇത് തീരത്തൊന്നുമില്ല, ഇത് തീരാൻ പോകുന്നില്ല. ഇന്നത്തെ പിള്ളേരുടെ മൈൻഡ് സെറ്റ് എങ്ങോട്ട് പോകണമെന്നില്ല എനിക്കറിയില്ല. അതിനെപ്പറ്റി ഞാൻ പറയുന്നൊന്നുമില്ല, പല വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്. ഈ വിഷയമായി സംസാരിച്ച 2 വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെയാണ് പറഞ്ഞത്. ഇനി എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വയ്യ. നമ്മുടെ നിയമങ്ങൾ ഒരു രോമത്തിന്റെ വില പോലുമില്ല. ജയിലിൽ കിടക്കുന്നവർക്ക് മാസശമ്പളവും നല്ല ഭക്ഷണം, ഇതുകൊണ്ട് കുറ്റങ്ങൾ കുറയില്ല. നല്ല ശിക്ഷ നടപ്പിലാക്കണം. നിയമം വന്നാൽ എല്ലാം ശരിയാവും. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. ആളുകൾ പറയുന്നതാണ്. പ്രതികരിച്ചിട്ട് എന്തിട്ടെ? ഇവിടെ നിയമം മാറുമോ? മാറിയാ മാറും, ഇല്ലെങ്കിൽ ഇല്ല. ഇതിനു പിന്നിൽ ഇനിയും ആളുണ്ടോ എന്ന് നോക്കണം. അതെ, അതാണ് എൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ. അവനെ മാത്രം ആണോ നോക്കണം? ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണം. പോസ്റ്റ്മോർട്ടം ഒരാൾ മാത്രമാണോ നോക്കണം. അവന്റെ ഫോൺ നോക്കുമ്പോൾ ആ ലൊക്കേഷനിൽ വേറെ ഫോൺ ഓൺ ആണോ നോക്കണം. ഇത് പ്ലാൻ കൊലപാതകമാ. ആർക്കും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് പടച്ചോനെ. എന്തായാലും കരച്ചിൽ വന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഇവൻ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. എവിടെന്നോ ഇവന് അതിയായ ധൈര്യവും സപ്പോർട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പിൻബലത്തിൽ കാണിക്കുന്ന കുന്തളിപ്പ് പോലെയാണ് ഇവന്റെ ആ ഒരു പെരുമാറ്റം എനിക്ക് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നോക്കാം. ഇനി ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം കേട്ടോ. ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ വായും പൊളന്നാണ് ഇരുന്നത്. ഞങ്ങളെ കണ്ട അനുഭവമാണ്. 9ാം ക്ലാസ്സുകാരിയ ഒരു കുട്ടിയുടെ കട്ടിലിനടിയിൽ 3 ദിവസമായിട്ട് അവന്റെ കാമുകൻ ഒളിച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ +1 പഠിക്കുന്ന ആ കുട്ടിയുടെ
ചേട്ടത്തിക്ക് അറിയാമായിരുന്നു ഈ സംഭവം, എന്നിട്ട് പോലും അമ്മ അറിഞ്ഞില്ല രണ്ടാമത്തെ നിലയിൽ. അപ്പൊ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു വീട്ടിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ കട്ടിനടിയിൽ തന്റെ കാമുകനെ ഒളിപ്പിച്ച് വച്ചിരുന്നു. 3 ദിവസമായിട്ടും വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ വീട്ടുകാർ എന്താണ് തന്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ നോക്കുന്ന രീതി? ചേച്ചിക്ക് എങ്ങാണ്ട് അറിയായിരുന്നു, അപ്പുറത്തിപ്പുറത്തൊക്കെ പറഞ്ഞ് പിന്നെയൊക്കെയാണ് അറിഞ്ഞത്. എനിക്കറിയില്ല. വീട്ടുകാര് മക്കളുണ്ടാക്കിയിടുന്നു, അവരെ നോക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇതൊക്കെയാണ് അവസ്ഥ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി കട്ടിന്റെ അടിയിൽ കാമുകൻ. അവസ്ഥ ഞാനൊക്കെ 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എന്നെ കച്ചി കളിച്ചോണ്ട് നടന്നു. നമ്മുടെ കാലം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അമ്മാവന്മാര് വസന്തന്മാര്, നമ്മൾ ന്യൂ ജനറ അജൻസി കിട്ടിട്ടേ ഇത് പറയും, നമ്മളെ പിടിച്ച് അമ്മാവന്മാരാക്കി ഇരുത്തുകയും ചെയ്യും. ആ ഒരു കാലഘട്ടം തന്നെ നല്ല കാലഘട്ടം. അത് കഴിഞ്ഞാൽ തീർന്ന്. ഇതിപ്പോ കുറെ പേരൊക്കെ പറയുന്നുണ്ട്, ഓ ചേട്ടാ അങ്ങനെയല്ല, നമ്മൾ 2K പിള്ളേർ അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെയല്ല. ഞാൻ എല്ലാവരെയും പറയുന്നില്ലല്ലോ, നിങ്ങൾ എല്ലാവരെയും ഞാൻ പറയുന്നുണ്ടോ? നമ്മുടെ 90s-നേക്കാളും ഇന്ന് ഇത്തരം കേസുകൾ കൂടുതൽ കാണുന്നത് 2K-ലാണ്. അതെന്ന് വെച്ചിട്ട് എല്ലാ 2K പിള്ളേരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അങ്ങനെയാണ് 90s-ലുള്ള കുറെ എണ്ണം പല തണ്ടയില്ലായ്മകൾ കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ 90s-ഉം അങ്ങനെയാണ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജനറലൈസ് ചെയ്തല്ല പറയുന്നത്. പക്ഷേ കൂടുതൽ ഇത്തരം കൊച്ചു പിള്ളേരുടെ കേസ് കാണുന്നത് ഇന്ന് 2K-ലാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ, ലഹരിയുടെ ആ ഒരു സ്പ്രെഡായി നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതൊക്കെ എന്ന് മാറുന്നു അന്ന് ഈ നാട് നന്നാവും. അല്ലാണ്ട് കൂടുതൽ എനിക്ക് ഇനിയിപ്പം എടുത്തു വെച്ച് ഭംഗി വാക്ക് പറയാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഉള്ള വായത്ത ഒന്നും വിളിച്ച് പറയും. അല്ലാണ്ട് ഇനിയിപ്പം എല്ലാ 2K കിട്ടുമല്ല. പക്ഷേ 2K കിഡ്സിലാണ് ഇന്നിപ്പോൾ ഈ പ്രശ്നങ്ങൾ കാണുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ കട്ടിലിന്റെ അടിയിൽ 3 ദിവസമായിട്ട് കാമുകനിരുന്നു, വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. ഇത് പണ്ട് കാലത്ത് നടക്കുന്ന കാര്യമാണോ? അല്ല. പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത് നടക്കുന്നുണ്ട്. അതിനർത്ഥം മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. 3 ദിവസം സ്വന്തം മോളുടെ കട്ടിൻ്റെ അടിയിൽ കാമുക ഇരുന്നിട്ട് അറിഞ്ഞിട്ടില്ല. എന്ത് മാതാപിതാക്കൾ? എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ എന്തോന്ന്. പിള്ളേരുണ്ടാക്കിയിടും, വളർത്താൻ അറിഞ്ഞൂടെ, നോക്കാൻ അറിഞ്ഞൂടെ, വായും വളർന്നിരിക്കും. ഇങ്ങനത്തെ കുറെ തലമുറകളുടെ ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ അസംഷൻസും ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.